ഞാൻ ആരിൽ നിന്നാണ് അകന്നിക്കാൻ ആഗ്രഹിക്കുന്നത് അയാളെ തന്നെ നീ വിളിച്ചു. ഇതിനാണോ നീ എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നത്? ഞാൻ ഇതുപോലെ ചെയ്യുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ ഞാൻ അകറ്റി നിർത്തിയേനെ. സോറി. കരഞ്ഞതുകൊണ്ടൊന്നും ഈ കാണിച്ചതിന് പരിഹാരം ആവില്ല. നീ ചെയ്തത് എന്ത് വലിയ തെറ്റാണെന്നറിയോ? ഞാൻ പറയുന്ന ഒന്ന് കേക്ക് പ്ലീസ്. എനിക്കറിയാം, മാപ്പ് ചോദിക്കാൻ പോലും എനിക്ക് അർഹതയില്ല. അച്ഛൻ ഞാൻ ചെയ്തെന്താന്ന് എനിക്ക് തന്നെ അറിയില്ല. അച്ഛനെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കണമെന്ന് ഒറ്റ ചിന്ത മാത്രമേ അപ്പ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ബലരാമനെ വിളിക്കാൻ തീരുമാനിച്ചത് അച്ഛനെ ഓർത്തിട്ട്. അച്ഛ എന്തെങ്കിലും ഒന്ന് പറ. ബലരാമനൊക്കെ അറിഞ്ഞു അല്ലേ? ഇല്ല അച്ഛാ, ഞാൻ വിളിച്ചപ്പോ ഇങ്ങോട്ട് അച്ഛനെ കുറിച്ചാ ചോദിച്ചത്. അച്ഛന്റെ കൂടെ നിക്കണമെന്നാ പറഞ്ഞത്. സോറി അച്ഛ, എന്നെ ശപിക്കല്ലേ അച്ഛാ. ഈ കാണിച്ചതിന് നിന്നോട് എനിക്ക് ദേഷ്യമുണ്ട്. എന്നെ മനസ്സിലാക്കാതല്ല നീ ചെയ്തെന്ന് എനിക്കറിയാം. പക്ഷെ വേണ്ടിയിരുന്നില്ല. അവനെന്നെ വിളിച്ചിരുന്നു, ഞാൻ ഫോൺ എടുത്തില്ല. വോയിസ് മിസ് ചെയ്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഒരുപാട് നാളുകൾക്ക് ശേഷം അവന്റെ ശബ്ദം ഞാനൊന്ന് കേട്ടത്. ചിന്തിക്കാതെ ഒന്നും ചെയ്യരുത് മോളെ. നീ വിഷമിക്കുകയൊന്നും വേണ്ട. എന്നാ ഫോൺ വെച്ചോ, നാളെ നമുക്ക് സംസാരിക്കാം. സോറി. ഗുഡ് നൈറ്റ്. ശരി അച്ഛാ, ഗുഡ് നൈറ്റ്. മോനെ, ഞാൻ തോറ്റു കൊടുക്കുന്നൊന്നുമല്ല. നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കണ്ടെന്ന് കരുതി. അതാ വീണ്ടും വന്നത്. അമ്മയുടെ രജനീച്ചയുടെ മുന്നില് ഞാനങ്ങ് നാണം കെട്ട് നിൽക്കുക. ചോദിക്കാനും പറയാനും ആളില്ലെന്ന് പറയുമല്ലോ, അതേ അവസ്ഥയിൽ അവളിപ്പോ. തോന്നുന്ന പോലെ ഇറങ്ങിപ്പോവുക, തോന്നു ചെയ്യുക. മോൻ കേറിയിരിക്കേ. ഇല്ലമ്മേ, ഇരിക്കുന്നില്ല. ദേവിയെ വിളിക്ക്, ഞങ്ങൾ ഇറങ്ങാം. മോനെ. ഇല്ലമ്മേ, ഇനിയിപ്പോ ചോദ്യം തർക്കമൊന്നുമില്ല. ഞങ്ങളങ്ങ് ഇറങ്ങാം. ഇനിയിപ്പോ അവളോട് ക്ഷമ പറയണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അമ്മ അവളെ വിളിക്കേ. നന്ദേട്ടൻ കയറിയിരിക്കെ. ഇല്ല മോളെ, കയറുന്നില്ല. മോനെ, അവളിവിടെ ഇല്ല. എന്താ? നന്ദേട്ടാ, ചേച്ചി കുറച്ചു നേരത്തെ പുറത്തേക്ക് പോയി. എവിടെ? വീട്ടിലേക്കാണോ? ചന്ദ്രത്തേക്കാണെന്ന് തോന്നുന്നില്ല.
ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞു. ചിലപ്പോ ഏതെങ്കിലും കൂട്ടുകാരികളെ കാണാൻ പോയതായിരിക്കും മോനെ. കൂട്ടുകാരിയോ? ഏത് കൂട്ടുകാരി? അവക്ക് ഇവിടെ 1-2 കൂട്ടുകാരികളെ ഉള്ളൂ. അവരെനിക്ക് അറിയാൻ ചെയ്യാം. നന്ദേട്ടൻ ചേച്ചി ഒന്ന് വിളിക്കാവോ? പോയി പണി നോക്ക്. എവിടെന്ന് വെച്ചാൽ കറങ്ങിക്കോട്ടെ. ഇന്നലെ എന്റെ പിറകെ വന്ന് വിളിച്ചാലെന്ന് കരുതി പാവം തോന്നി വന്നതാ. അപ്പൊ അവൾ ഇവിടെ ഇല്ല. അപ്പോ അവള് കരുതിക്കൂട്ടി തന്നെയാ ഇന്നലെ അവിടെ നിന്ന് ഇറങ്ങിയത്. ഞാനിത്ര മണ്ടനായി പോയല്ലോ. മോനെ, എന്തെങ്കിലും അത്യാവശ്യം വന്നിട്ടുണ്ടാവും. പിന്നെ പ്രധാനമന്ത്രിയായിട്ട് മീറ്റിംഗ് അല്ലേ? ഒരത്യാവശ്യം. എന്നെ പറ്റിക്കാവള്. നന്ദേട്ടാ, അങ്ങനെയൊന്നും പറയാതെ. പിന്നല്ലാതെ ഈ ലോകത്ത് അവക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് കരുതിയിരുന്നതാ. ഇപ്പൊ ഞാൻ അറിയാതെ മറ്റൊരാളെ, അതിന് കൂട്ടുകാരിയോ ബന്ധുക്കളോ ആരും ആയിക്കോട്ടെ, ഒന്ന് പറയാതെ പോയെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവളുടെ ജീവിതത്തില് എനിക്കുള്ള സ്ഥാനം കുറയുന്നു. അങ്ങനെയൊന്നും അല്ല നന്ദേട്ടാ. നന്ദേട്ടൻ പറഞ്ഞ പോലെ നന്ദേട്ടൻ കഴിഞ്ഞേ ചേച്ചിക്ക് ആരുള്ളൂ. ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടി ശാരി എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും ശരി, എനിക്ക് കാര്യങ്ങൾ പച്ചവെള്ളം പോലെ മനസ്സിലായിരിക്കുന്നു. എന്നെ അവക്ക് വേണ്ടതായിരിക്കുന്നു. അയ്യോ മോനെ, അതിരിക്കട്ടെ, അവൾ ആരെ കാണാൻ പോയെന്ന് നിങ്ങളോടും പറഞ്ഞില്ലേ? ആരെ കാണാനാണെന്ന് പറഞ്ഞില്ല. അതായത് നിങ്ങളോട് പോലും അവള് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നു അല്ലേ? അങ്ങനല്ലേ? നിങ്ങളുടെ മുമ്പിലും ഞാനിപ്പോ നാണം കെട്ട് നിൽക്കുക. എനിക്ക് തന്നെ എന്നോട് പുച്ഛം തോന്നുന്നു. അപ്പൊ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ. മോനിപ്പോ പൊയ്ക്കോ. അവള് വരട്ടെ, അവളെ കൊണ്ട് ഞാൻ വിളിപ്പിക്കാം. ഇല്ല, എന്തായാലും 2-1 അറിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. മോള് പോയി ചേച്ചിയൊന്ന് വിളിച്ചേ. മോനെ വാ, അകത്ത് കയറിയിരിക്കെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? അച്ഛാ, എങ്ങനെയും ഈ പ്രശ്നങ്ങൾ അവസാനിച്ച് കാണാനാ ഞാൻ. മോള് വിളിച്ചെന്ന് ബലരാമന്റെ മെസ്സേജ് കണ്ടപ്പോ ഞെട്ടിപ്പോയി. അച്ഛാ, ഞാൻ മോള് വളരെ നല്ല ഉദ്ദേശത്തോടെ തന്നെയാ ബലരാമനെ വിളിച്ചത്. പക്ഷേ അത് പോട്ടെ, അതിന് സംസാരിക്കണ്ട. ഞാൻ മോളെ ഇവിടെ വരാൻ പറഞ്ഞത് തനുജയുടെ വിഷയത്തിലെ എല്ലാ കാര്യങ്ങളും മോളെ അറിയിക്കാനാ. മറ്റൊന്നും കൊണ്ടല്ല. മനുഷ്യരാണ്, ആർക്കെന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ഞാൻ കുറച്ചു ദിവസമായി നല്ല പ്രഷറില്ല. അപ്പോ എനിക്കെന്തെങ്കിലും പറ്റിയാൽ പിന്നിലെ കഥകൾ ഒരാളെങ്കിലും അറിഞ്ഞിരിക്കണമെന്ന് കരുതിയ. അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എനിക്കെന്തെങ്കിലും നാളെ സംഭവിക്കുന്നല്ല, ഞാനൊരു മുൻകരുതൽ പറഞ്ഞതാ മോളെ. ഞാൻ ഇന്നലെ ബലരാമൻ അങ്കിളിനെ വിളിച്ചതിന് ശേഷമല്ലേ അച്ഛൻ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചത്? അച്ഛാ, ഞാൻ ബലരാമൻ അങ്കിളിനെ വിളിച്ചു, ശരി തന്നെ. പക്ഷെ തനൂജ ആരാണെന്ന് പോലും അങ്കിളിന് അറിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. മറ്റൊരു സ്ത്രീയിൽ തനിക്കൊരു കുട്ടി ഉണ്ടെന്നുള്ളതിന്റെ ഒരു ഓർമ്മയോ ലക്ഷണമോ ഒന്നും ബലരാമൻ അങ്കിൾ കാണിച്ചില്ല. ഇങ്ങോട്ടായിട്ടാ ചോദിച്ചേ. തനുജയെ കുറിച്ച് വാർത്ത കാണുന്നുണ്ട്, അതെന്താ? സിദ്ധു ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല, സിദ്ധുവിനെ ഭീഷണിപ്പെടുത്താൻ ആരോ ചെയ്തതാ എന്നൊക്കെ. അപ്പൊ എനിക്ക് മനസ്സിലായി ബലരാമൻ അങ്കിളിനൊന്നും അറിയില്ലാന്ന്.
തനൂജ അങ്കിളിന്റെ മോളാണെന്ന് പറയാനുള്ള ധൈര്യം എനിക്ക് വന്നില്ല. ഞാൻ കരുതിയത് തനൂജ എന്റെ മോളാണ്, എനിക്ക് വേണ്ടി സിത്തു ഒരുപാട് അനുഭവിക്കുന്നു എന്നൊക്കെ ബലരാമനങ്ങൾ ഇങ്ങോട്ട് പറയുന്ന. ഞാൻ പറഞ്ഞില്ലേ, അവനൊരു കുഞ്ഞ് ജനിച്ച കാര്യം അവൻ അറിഞ്ഞെങ്കിലല്ലേ അവനെല്ലാം ഓർമ്മിക്കാനാവൂ. അവൻ രക്ഷപ്പെടാൻ വേണ്ടി മറവി അഭിനയിക്കുന്നതല്ല. അവനെ കാര്യങ്ങളൊന്നും ഞാൻ അറിയിച്ചിട്ടില്ല. തനുജയെക്കുറിച്ച് ഒന്നും അറിയാൻ വയ്യാത്ത രീതിയിൽ അവൻ പറഞ്ഞപ്പോ നീ കരുതി കാണുമല്ലേ ഞാൻ കള്ളം പറഞ്ഞതാണെന്ന്. അയ്യോ, കാര്യങ്ങൾ ബലരാമന്റെ തലയെ കെട്ടിവെച്ച് ഞാൻ രക്ഷപ്പെടാൻ നോക്കുകയാണെന്ന് ഞാൻ ഒരിക്കലും ആ രീതിയിൽ ചിന്തിച്ചിട്ടില്ല അച്ഛാ. അച്ഛൻ പറയുന്നതാണ് സത്യമെന്ന് എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കാതെ തന്നെ അറിയാം. ബലരാമനങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് എന്താ അച്ഛൻ സംഭവിച്ചത്? ഞങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ സജീവമാവുന്ന കാലം. യൂത്ത് വിങ്ങിന്റെ സംസ്ഥാന ഭാരവാഹികളായിരുന്നു ഞാനും ബലരാമനും. അന്ന് യുവാക്കൾക്ക് വേണ്ടി പാർട്ടി നേതൃത്വ ക്യാമ്പുകൾ ഇടയ്ക്കിടയ്ക്ക് സംഘടിപ്പിക്കുമായിരുന്നു. അങ്ങനെ പാർട്ടി ക്യാമ്പിൽ പങ്കെടുത്തൊരു പെൺകുട്ടിയുമായി ബലരാമൻ അടുത്തു. അവരുടെ ബന്ധം അതിരുവിട്ടു പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഇതിനിടെ പാർട്ടി ബലരാമനെ ഡൽഹിയിലെ പ്രവർത്തനങ്ങൾക്കായി നിയമിച്ചു. യൂത്ത് വിങ്ങിന്റെ ദേശീയ സെക്രട്ടറിയായി ബലരാമന് സ്ഥാനക്കയറ്റം കിട്ടി. ഈ സമയത്ത് ബലരാമന്റെ അച്ഛൻ ഒരു വിവാഹാലോചന കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരന്റെ മകൾ ചന്ദ്രമതി. അപ്പോ ബലരാമനങ്ങൾ ആ ആലോചന എതിർത്തില്ലേ? പ്രണയിച്ച കുട്ടിയെക്കുറിച്ച് വീട്ടിൽ പറഞ്ഞില്ലേ? ഒന്നാമത് ബലരാമൻ ആ പ്രണയം സീരിയസ് ആയി എടുത്തിരുന്നില്ല. ആ പെൺകുട്ടിയും ആ രീതിയിലേ കണ്ടിരുന്നുള്ളൂ എന്നാണ് ബലരാമനും വിശ്വസിച്ചത്. അച്ഛൻ കൊണ്ടുവന്ന കല്യാണാലോചന ബലരാമനങ്കിളിന് അംഗീകരിക്കേണ്ടി വന്നു അല്ലേ? അതെ, ചന്ദ്രമതിയുമായി വിവാഹം കഴിഞ്ഞു. അയ്യോ, അപ്പോ ആ പെൺകുട്ടി ഒന്നും അറിഞ്ഞിരുന്നില്ലേ? ബലരാമനങ്ങളുമായിട്ട് പിന്നീട് ബന്ധപ്പെടാൻ ശ്രമിച്ചില്ലേ? കുറെ കാലം ആ പെൺകുട്ടി നാട്ടിലുണ്ടായിരുന്നില്ല. അതിനിടെയാണ് ആ പെൺകുട്ടി ഗർഭിണിയാണെന്നറിയുന്നത്. അവളുടെ വൃദ്ധനായ അച്ഛൻ മകളെയും കൂട്ടി എന്റെ മുമ്പിൽ എത്തുമ്പോഴേക്കും ബലരാമന്റെ വിവാഹം കഴിഞ്ഞിരുന്നു. ബലരാമന്റെ കുടുംബജീവിതം തകർത്തിട്ട് ആ പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് ആ അച്ഛന് ചിന്തിക്കാൻ തോന്നിയില്ല. ബലരാമനങ്കിളിനെ കാണാൻ ആ പെൺകുട്ടി ശ്രമിച്ചില്ലേ? ഇല്ല. സ്നേഹിച്ചിരുന്ന പുരുഷന് തന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ അയാളുടെ ജീവിതം നയിച്ചോട്ടെ എന്ന ചിന്തയായിരുന്നു അവൾക്ക്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആ പെൺകുട്ടിയുടെ അച്ഛൻ എന്നോട് പറഞ്ഞത് ജനിക്കുമ്പോൾ തന്നെ തന്റെ മകൾക്ക് പിറക്കുന്ന കുഞ്ഞിനെ കൊല്ലാനുള്ള തീരുമാനത്തിലാണെന്ന്. ഈശ്വരാ! ഈ വിവരം അറിഞ്ഞതു മുതൽ എന്റെ മനസ്സ് അസ്വസ്ഥമാവാൻ തുടങ്ങി. ഉണ്ണാനോ ഉറങ്ങാനോ സാധിച്ചില്ല. ഒരു പിഞ്ചു കുഞ്ഞിന്റെ നിലവിളി എപ്പോഴും എന്നെ പിന്തുടരുന്നത് പോലൊരു തോന്നൽ. അങ്ങനെ ഞാനൊരു തീരുമാനമെടുത്തു. ഒരു ജീവൻ രക്ഷിക്കാനുള്ള തീരുമാനം. നന്ദേട്ടാ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട. 2 മണിക്കൂറായി ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നു. തൃപ്തിയായമ്മേ? അമ്മയുടെ മോള് ആള് മിടുക്കി തന്നെയാ. കൊള്ളാം. തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടാണല്ലോ അല്ലേ പോയത്? പിന്നല്ലാതെ അവളെവിടെ പോവാനാ? എപ്പോ വരുമെന്ന് പറഞ്ഞില്ലേ? ഇല്ല. ആ, നേരത്തെ പറഞ്ഞില്ലേ? അത് തന്നെ. ചോദിക്കാനും പറയാനും ആരുമില്ല. മാന്യവും മര്യാദയ്ക്കും കഴിയുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എവിടെ പോകണമെന്ന് പറയും, എത്ര മണിക്ക് വരുമെന്ന് പറയും, ആരെ കാണാൻ പോകുന്നതെന്നും പറയും. ഇവിടെ അമ്മ പറ, ഞാൻ എന്ത് ചെയ്യണം? ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? മോനെ, ഞാൻ കുറ്റപ്പെടുത്തില്ല. കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ.
നന്ദേട്ടൻ ചേച്ചി ഒന്ന് വിളിക്കാവോ? ഞാൻ വിളിച്ചിട്ട് ചേച്ചി ഫോൺ എടുക്കുന്നില്ല. നീ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ വിളിച്ചെടുക്കോ? എടുക്കും. നന്ദേട്ടൻ ഒന്ന് വിളിക്ക്. വിളിച്ചേക്കാം. അല്ലെങ്കിൽ പിന്നെ പറയും ഒന്ന് വിളിച്ചുകൂടായിരുന്നോ? വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഉടനെ വരുമായിരുന്നല്ലോ എന്നൊക്കെ. നേരത്തെ ഫോൺ വിളിക്കണമെന്നാ കരുതിയേ. വിളിക്കാം. മോൻ വിളിച്ച അവൾ ഉടനെ വരും. ഇങ്ങോട്ട് വരണമെന്നില്ല. എവിടെയാണെന്ന് പറഞ്ഞാൽ മതി. അവിടെ ചെന്ന് ഞാൻ വിളിച്ചോണ്ട് പൊയ്ക്കോളാം. ഞാൻ വിളിക്കട്ടെ. അങ്ങനെ അവൾക്ക് ജനിച്ച ആ പെൺകുഞ്ഞ് മറ്റാരും അറിയാതെ പരമേശ്വരന്റെയും സുജാതയുടെയും കൂടെ വളർന്നു. ബെല്ലടിക്കുന്നുണ്ട്. എടുക്കുന്നറിയില്ല. നന്ദു, ഞാൻ കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വിളിക്കാം. ഹലോ, കേട്ടല്ലോ. ഇനിയൊന്ന് വിശദീകരിക്കണ്ടല്ലോ. ഇനി അവളെ വിളിക്കാൻ വേണ്ടി ഞാൻ ഈ വീടിന്റെ പടി ചവിട്ടില്ല. അല്ല മോനെ, അവളിങ്ങോട്ട് വരട്ടെ. പരമേശ്വരൻ പ്രാദേശിക പാർട്ടി പ്രവർത്തകനായിരുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത അയാള് സ്വന്തം മോളെ പോലെ ആ കുഞ്ഞിനെ ഏറ്റെടുത്തത്. ആ കുഞ്ഞ് ആരുടെ മകളാണെന്ന് ഇന്നും അവർക്കറിയില്ല. പരമേശ്വരനും സുജാതയും എല്ലാ കാര്യങ്ങളും രഹസ്യമായി തന്നെ കൊണ്ടു നടന്നു. ആ കുഞ്ഞിന്റെ സകല ചെലവുകളും ഞാൻ തന്നെ വഹിക്കുമെന്നും മാസം തോറും ഒരു തുക കൃത്യമായി പരമേശ്വരൻ എത്തുമെന്നും ധാരണയുണ്ടാക്കി. കുഞ്ഞിനെ കൈമാറി. ധനുജ എന്ന് പേരുവിട്ടു. അപ്പോ കുഞ്ഞിനെ കുറിച്ച് കുഞ്ഞിന്റെ അമ്മ ബലരാമനങ്ങളുടെ കാമുകി അന്വേഷിച്ചില്ലേ? പ്രസവിച്ച ഉടൻ തന്നെ മരിച്ചുപോയി എന്നാണ് അവരെ അറിയിച്ചത്. അവരത് വിശ്വസിക്കുകയും ചെയ്തു. ആ സ്ത്രീ പിന്നീട് വേറെ വിവാഹം കഴിച്ചു വച്ചാ? ആ, അവരിപ്പോ എവിടെയാ? അറിയില്ല. അത് അന്വേഷിച്ചിട്ടില്ല. ബലരാമനങ്ങള് പിന്നീട് ഒരിക്കലും പഴയ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടില്ലേ അച്ഛാ? ഇല്ല. ബലരാമൻ അന്നും ഇന്നും അത് ഇത്ര വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. മനഃപൂർവ്വം ബലരാമൻ ചതിച്ചതല്ല. ബലരാമൻ ഒന്നും അറിയില്ല. അതാ സത്യം. അച്ഛാ, അച്ഛന്റെ മഹത്വം എത്രമാത്രമാണെന്ന് ഇപ്പോഴാ ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നത്. അച്ഛൻ ഒരു വലിയ ത്യാഗമാ ചെയ്തത്. അച്ഛന്റെ സ്ഥാനത്ത് മറ്റൊരാളാണെങ്കിൽ എല്ലാം ലോകത്തോട് വിളിച്ചു പറഞ്ഞേനെ. ഇനിയില്ല. ഞാൻ ഒരു പട്ടിയെ പോലെ അവിടെ കാത്തു നിന്നത്. വേണ്ട, വരണ്ട. വിളിച്ച ഫോണെങ്കിലും എടുക്കണ്ടേ? മുരളി ഗൗരിയല്ലേ അവക്ക് വേണ്ടി വാദിച്ചത്. ഭാര്യയുടെ വീട്ടിൽ ഭർത്താവ് വെല്ലുമ്പോ അവക്ക് അഭിമാനമാണ്, അന്തസ്സാണ്. എന്തൊക്കെയാ ഗൗരി പറഞ്ഞത്? ഇപ്പൊ എന്തായി പറ. എടാ മുരളി, സത്യം പറഞ്ഞ ഇപ്പൊ അമ്മയോട് കൂടുതൽ സ്നേഹം തോന്നുക. നമ്മുടെ അമ്മയും സഹോദരങ്ങളും മാത്രമേ നമ്മുടെ വേദന മനസ്സിലാക്കി കൂടെ നിൽക്കൂ. എപ്പോഴോ കൂടെ ചേർന്നവര് എപ്പോ വേണമെങ്കിലും ഇറങ്ങിപ്പോവും. നീ എന്തൊക്കെയാ നന്ദ ഈ പറയുന്നേ? ഞാൻ പറയുന്നത് മലയാളം. ഞാൻ പറയുന്നതിൽ നിനക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടോ? നീ വിളിച്ച് ദേവിയുടെ അമ്മയോട് ചോദിക്ക്, അല്ലെങ്കിൽ ഗൗരി വിളിച്ച് ചോദിക്ക്. നന്ദ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, സത്യമാണെന്ന് അന്വേഷിക്കുക. ഞാൻ കള്ളമാണ് പറഞ്ഞെന്ന് അവര് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറഞ്ഞോ അത് ഞാൻ ചെയ്യും. ഒന്ന് സമാധാനിക്കുന്നെന്ത, കാര്യങ്ങളൊന്ന് വ്യക്തമാവട്ടെ. ഇതിലും കൂടുതൽ ഇനി എന്താ ഗൗരി വ്യക്തമാക്കേണ്ടത്? അവളാരെ സുപ്രീം കോടതി ജഡ്ജിയോ? ശരിയും തെറ്റും നോക്കി നീതി നിയമം നടത്താൻ വലിയ ആളാവുക. ഒരു ഷോ. ഞാനെന്താ വലിയ സംഭവമാണെന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു ജാട കാണിക്കല്.
നന്ദൻ എന്തായാലും ഇനി അതിന് നിന്നു കൊടുക്കില്ല. അവക്ക് എന്നെ ഇന്ന് വേണ്ടെങ്കിൽ എനിക്ക് അവളെ ഇന്നലെ വേണ്ട. നന്ദ മതി. ആവശ്യമില്ലാതെ ഇമാതിരി വർത്താനൊന്നും പറയല്ലേ. മുരളി, ഞാനിത് വെറുതെ പറഞ്ഞല്ല. ദേഷ്യം കയറി വായിൽ വരുന്ന വിളിച്ചു കൂവുന്നതല്ല. ആലോചിച്ചുറപ്പിച്ചു പറഞ്ഞതാ. അവളുടെ രീതിയിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് അവക്ക് ഞാനൊരു അത്യാവശ്യം അല്ലെന്നാ. പാപം കിട്ടുന്ന വർത്താനം പറയാതെ നന്ദ. എന്തായാലും ഞാൻ അവളെ വിളിക്കാം, കാര്യങ്ങളൊക്കെ ചോദിക്കാം. എന്തിന്? എനിക്ക് വേണ്ടി ദൂത് പറയാനോ? ഒന്നും വേണ്ട. നിങ്ങൾ വിളിക്കുമ്പോ എന്ത് ചെയ്താലും ഞാൻ ഈ ഒരു സന്ധി സംഭാഷണത്തിൽ വരാൻ പോകുന്നില്ല. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.